നമസ്കാരം. നമ്മളിന്ന് തുടങ്ങുന്ന പുതിയ ടോപ്പിക്ക് എസ്റ്റിമേഷനും കോസ്റ്റിങ്ങുമാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ എംപ്ലോയബിലിറ്റി സ്കില്ലാണ് എടുത്തുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ തുടങ്ങാൻ പോകുന്നത് എസ്റ്റിമേഷൻ ആൻഡ് കോസ്റ്റിംഗ് ആണ്. എസ്റ്റിമേഷൻ ആൻഡ് കോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമുക്ക് ഏറ്റവും നമ്മുടെ ഈ ഫീൽഡിൽ, കൺസ്ട്രക്ഷൻ ഫീൽഡിൽ നമുക്ക് ഏറ്റവും അധികം ആവശ്യമായിട്ട് വരുന്ന ഒരു സബ്ജക്റ്റാണ് എസ്റ്റിമേഷൻ ആൻഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. നമുക്ക് ഏതൊരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിലും അത് ബിൽഡിംഗ് ആയിക്കോട്ടെ, അത് ഏത് ടൈപ്പ് ബിൽഡിംഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ റോഡ്, അത് ബ്രിഡ്ജ്, അത് എനി ടൈപ്പ് കൺസ്ട്രക്ഷൻ ഏത് വേണമെങ്കിലും ആയിക്കോട്ടെ, അത് തുടങ്ങുന്നതിന് മുമ്പ് നമുക്കതിൻ്റെ ഒരു ഏകദേശ കോസ്റ്റ് കണ്ടുപിടിക്കുന്ന ഒരു കാര്യമുണ്ട് അല്ലേ. അത് കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ ബാക്കി വർക്കുകളൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്. അതായത് എസ്റ്റിമേഷൻ ആൻഡ് കോസ്റ്റിംഗ് എന്താണ്, അതിൻ്റെ തിയറി, അതിൻ്റെ കുറച്ച് തിയറി നമുക്ക് പഠിക്കാനുണ്ട്, പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. അതായത് നിർമ്മാണ ജോലികൾ ആരംഭിക്കുന്നതിന് മുമ്പ് അത് പൂർത്തീകരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള, ഇപ്പോൾ എന്താ പറയുക, അതിനുപയോഗിക്കുന്ന മെറ്റീരിയൽസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അതിൻ്റെ ലേബർ ചാർജ് ആയിക്കോട്ടെ, നമുക്ക് മെറ്റീരിയൽസ് ആയാലും ലേബർ ചാർജ് ആയാലും അതിൻ്റെ കൺസ്ട്രക്ഷൻ എല്ലാം ഉൾപ്പെട്ടിട്ടുള്ള അതിൻ്റെ ഒരു കോസ്റ്റ്, അത് നമ്മൾ ഏകദേശം എത്ര വരുന്നു എന്നുള്ളതിൻ്റെ ഒരു ഏകദേശ കാൽക്കുലേഷൻ നമ്മൾ നടത്തും. അങ്ങനെ നമ്മൾ മുൻകൂട്ടി കണക്കാക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അതായത് നമുക്ക് ഒരു ബിൽഡിംഗ് ആയിക്കോട്ടെ, വേറെ എന്ത് കൺസ്ട്രക്ഷൻ ആയിക്കോട്ടെ, അത് നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ള അതിൻ്റെ ഒരു കോസ്റ്റ് എത്ര വരുന്നു നമ്മൾ മുൻകൂട്ടി ഏകദേശം ഒരു കാൽക്കുലേഷനിൽ അത് കണ്ടുപിടിക്കുന്ന ഒരു ഇതാണ് എസ്റ്റിമേഷൻ ആൻഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതിന് നിർമ്മാണ ചെലവ് കണ്ടുപിടിക്കാനല്ലേ, അല്ലെങ്കിൽ നിർമ്മാണ ചെലവ് കണക്കാക്കുക എന്നുള്ളതാണ് എസ്റ്റിമേഷൻ ആൻഡ് കോസ്റ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേ നിർമ്മാണ ചെലവ് എന്ന് പറയുമ്പോൾ എല്ലാം പെടും: മെറ്റീരിയൽസ്, ലേബർ ചാർജ്, സൂപ്പർവിഷൻ, അതിൻ്റെ മറ്റ് ഇനി എല്ലാ ടൈപ്പ് ചെലവുകളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എന്താ പറയുക, എല്ലാ ചെലവുകളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കണക്കെടുപ്പാണ് നമ്മുടെ ഈ എസ്റ്റിമേഷൻ ആൻഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇനി ഈ കോസ്റ്റിംഗ് നമുക്ക് പല രീതിയിൽ അത് എന്താ പറയുക വ്യത്യാസപ്പെട്ട് വരുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നിർമ്മാണ വസ്തുക്കളുടെ, നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റി, അതുപോലെ തന്നെ അതിൻ്റെ ഏത് ടൈപ്പാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ഇതൊക്കെ അനുസരിച്ചിട്ട് ഈ കോസ്റ്റിൽ നമുക്ക് വ്യത്യാസം വരാനുള്ള സാധ്യതകൾ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ എസ്റ്റിമേഷൻ തയ്യാറാക്കുന്നതിന് നമുക്ക് എന്തൊക്കെ വേണം എന്നുള്ളതാണ്. അതായത് പ്ലാൻ വേണം, എലിവേഷൻ വേണം, സെക്ഷൻ വേണം. ഇത് മൂന്നും വെച്ചിട്ടാണ് നമ്മൾ ഒരു ബിൽഡിങ്ങിൻ്റെ എസ്റ്റിമേഷൻ, ബിൽഡിങ് എന്തോ ആയിക്കോട്ടെ, അതിൻ്റെ എസ്റ്റിമേഷനും അതിൻ്റെ കോസ്റ്റൊക്കെ നമ്മൾ എടുക്കുന്നതിന് നമുക്ക് പ്ലാനും എലിവേഷനും സെക്ഷനും നമുക്ക് ആവശ്യമാണ്. അതുപോലെ തന്നെ നമുക്ക് എന്തും കൂടെ ആവശ്യമാണ്. ഇപ്പോൾ ഇത് മൂന്നും കിട്ടിയാൽ മാത്രം പോലെ നമ്മൾ അവിടുത്തെ എന്താ പറയുക, നിർമ്മാണ ചെലവ്, അതായത് ലേബർ ചാർജ്, നമുക്ക് അവിടെ എത്ര ലേബർ ചാർജ് വരുന്നുണ്ട് എന്നുള്ളത് അറിയണം, അതിൻ്റെ വിശദാംശങ്ങൾ അറിയണം. അതുപോലെ തന്നെ ഈ എന്താ പറയുക, ഇതിൻ്റെയൊക്കെ മെറ്റീരിയൽസിൻ്റെയും മാർക്കറ്റ് വാല്യൂ, അതുപോലെ തന്നെ ഈ ലേബർ ചാർജസിൻ്റെ അപ്പോഴത്തെ ഒരു നിലവിലെ നിരക്ക് എങ്ങനെയാണ്, ഇതിനെക്കുറിച്ചിട്ടൊക്കെ നമുക്ക് എന്തുണ്ടായിരിക്കണം, അറിവ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇങ്ങനെയാണ് ഇതൊക്കെ അറിഞ്ഞിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഒരു കോസ്റ്റ് നമ്മൾ ആദ്യം ഒരു ഏകദേശം ഒരു കോസ്റ്റ് നമ്മൾ ഇതിന് തീരുമാനിക്കുന്നത്. എത്ര വരും, ഒരു കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആകുമ്പോൾ എത്ര വരും എന്നുള്ളൊരു ഏകദേശം എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഒരിക്കലും നമുക്കതിനൊരു എന്താ പറയുക, ഇത്രയൊന്നും നമുക്ക് ഉറപ്പിച്ച് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല അല്ലേ. അതിൽ കാരണം അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങളൊക്കെ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് കോസ്റ്റിൽ. അപ്പോൾ നമ്മളൊരു ഏകദേശ കോസ്റ്റ് കണ്ടുപിടിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുക.
അപ്പോൾ അതിൽ നമുക്ക് ഇതിൽ വരുന്നതാണ് ആദ്യത്തെ വരുന്നതാണ് ക്വാണ്ടിറ്റി സർവേ. അതായത് ക്വാണ്ടിറ്റിയാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നത്. ഒരു കോസ്റ്റ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമ്മൾ അതിൻ്റെ എന്ത് കണ്ടുപിടിക്കണം, ഓരോ വർക്കിൻ്റെയും ഓരോ ഐറ്റത്തിൻ്റെയും ക്വാണ്ടിറ്റി, ഇത് എത്രമാത്രം ചെയ്യണം എന്നുള്ളത് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. അതാണ് ക്വാണ്ടിറ്റി സർവേ എന്ന് പറയുന്നത്. ഒരു കെട്ടിടത്തിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായ വിവിധ ഘടകങ്ങളുടെ അളവിൻ്റെ പട്ടിക തയ്യാറാക്കുന്നതിനെയാണ് ക്വാണ്ടിറ്റി സർവേ എന്ന് നമ്മൾ പറയുന്നത്. അതായത് അത് എത്ര ഓരോ ഐറ്റം ചെയ്യുമ്പോഴും, ഇപ്പോൾ ഫൗണ്ടേഷൻ ആണെങ്കിൽ അത് എത്ര m³ വരുന്നുണ്ട്, അല്ലെങ്കിൽ ബേസ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ അത് എത്ര m³ വരുന്നുണ്ട്, മേസണറി വർക്ക് ആണെങ്കിൽ അത് എത്ര. അപ്പോൾ ഇങ്ങനെ ഓരോ ഐറ്റത്തിൻ്റെയും യൂണിറ്റ് ക്വാണ്ടിറ്റി കണ്ടുപിടിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്വാണ്ടിറ്റി സർവേ എന്ന് നമ്മൾ പറയുന്നത്. അതിൻ്റെ ഒരു പട്ടികയൊക്കെ തയ്യാറാക്കി അതിൻ്റെ അളവൊക്കെ റെഡിയാക്കിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. ഇത് നമുക്ക് എടുക്കുന്നത് എവിടെ നിന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്കതിങ്ങനെ ഒരു ശൂന്യതയിൽ നിന്ന് നമുക്കത് എടുക്കാൻ പറ്റില്ല അല്ലേ. അപ്പോൾ നമുക്കിത് എടുക്കണമെന്നുണ്ടെങ്കിൽ, ഇതിൻ്റെ ക്വാണ്ടിറ്റി നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, അതിൻ്റെ ഡ്രോയിങ്ങിൽ നിന്നാണ് നമ്മളത് എടുക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ പ്ലാനും എലിവേഷനും സെക്ഷനും, അതിപ്പോൾ പ്ലാനും സെക്ഷനും ഉണ്ടെങ്കിൽ തന്നെ നമുക്കതിൻ്റെ ഈ പറഞ്ഞ അളവുകൾ നമുക്കെടുത്ത് അതിൻ്റെ ഒരു എസ്റ്റിമേഷൻ തയ്യാറാക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ നമ്മൾ ക്വാണ്ടിറ്റി എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ അപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ അതിൻ്റെ റേറ്റ് നമ്മൾ കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ നിലവിൽ ആ ഒരു പ്രദേശത്തെ, ഇപ്പോൾ ഇവിടെയാണോ നമ്മൾ വർക്ക് തുടങ്ങുന്നത് വെച്ചാൽ ആ നിലവിൽ അവിടുത്തെ ലേബർ ചാർജും അവിടെ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിൻ്റെയൊക്കെ റേറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇതെല്ലാം കൂടി നോക്കിയിട്ടാണ് നമ്മൾ ഈ ക്വാണ്ടിറ്റി കണ്ടുപിടിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ റേറ്റ് ഇതിൻ്റെ കൂടെ ഗുണിച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ കോസ്റ്റ് എത്ര വരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇനിയിപ്പോൾ അതിൽ പറയുന്നത് നമുക്കിത് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് പല ടൈപ്പ് ഓഫ് എസ്റ്റിമേഷൻസ് ഉണ്ട്, പലതരത്തിലുള്ള എസ്റ്റിമേഷൻസ് നമുക്ക് വരുന്നുണ്ട്. ഒരു 7 ടൈപ്പ് എസ്റ്റിമേഷനെ കുറിച്ചിട്ടാണ് ഇപ്പോൾ ഇതിൽ നമുക്ക് പറയുന്നത്. അതിലൊന്നാമത് പറയുന്നതാണ് അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ്, രണ്ടാമത് പറയുന്നതാണ് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ്, മൂന്നാമത് പറയുന്നതാണ് ക്വാണ്ടിറ്റി എസ്റ്റിമേറ്റ്, നാലാമത് പറയുന്നതാണ് റിവൈസ്ഡ് എസ്റ്റിമേറ്റ്, അഞ്ചാമത്തെ സപ്ലിമെൻ്ററി എസ്റ്റിമേറ്റ്, ആറാമത്തെ കംപ്ലീറ്റ് എസ്റ്റിമേറ്റ്, ഏഴാമത്തെ ആനുവൽ മെയിൻ്റനൻസ് ആൻഡ് റിപ്പയർ എസ്റ്റിമേറ്റ്. ഇങ്ങനെ 7 ടൈപ്പ് ഓഫ് എസ്റ്റിമേഷനെ കുറിച്ചിട്ടാണ് നമ്മൾ തിയറിക്കലി പറയുന്നത്. അതിലെ അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ് എന്താണ്? അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവൃത്തിയുടെ ഏകദേശ ചിലവ് കുറഞ്ഞ സമയം കൊണ്ട് കണക്കാക്കുന്നതാണ് റഫ് കോസ്റ്റ് എസ്റ്റിമേറ്റ് അഥവാ അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ് അല്ലെങ്കിൽ പ്രിലിമിനറി എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. എന്താണ് അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റിന് വേറെ ചില പേരുകൾ കൂടി പറയുന്നുണ്ട്. റഫ് കോസ്റ്റ് എസ്റ്റിമേറ്റ് അല്ലെങ്കിൽ പ്രിലിമിനറി എസ്റ്റിമേറ്റ് എന്നും കൂടെ നമ്മൾ ഈ അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റിനെ പറയുന്നുണ്ട്. ഇതെന്തിനു വേണ്ടി തയ്യാറാക്കുന്നു എന്നുള്ളതാണ്. അതായത് അധികാരികളിൽ നിന്നും നമുക്ക് പെർമിഷൻ ലഭിക്കാൻ വേണ്ടി തയ്യാറാക്കുന്ന എസ്റ്റിമേറ്റാണിത്, ഈ അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. ഈ എസ്റ്റിമേറ്റിൽ നമ്മുടെ ഭൂമിക്കും കെട്ടിടത്തിനും റോഡിനും വേണ്ടി വരുന്ന ചിലവ് പ്രത്യേകമായിട്ട് നമ്മൾ കണക്കാക്കാറുണ്ട്. ഭൂമിക്കും കെട്ടിടത്തിനും റോഡിനും വേണ്ടി വരുന്ന ചിലവ് പ്രത്യേകമായി കണക്കാക്കാറുണ്ട്. മുൻപരിചയമുള്ളവർ സമാന പ്രവൃത്തികൾ ഉണ്ടായിരുന്ന ചിലവുകൾ കണക്കിലെടുത്ത് ഇത്തരം എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ മുമ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഏകദേശ നിരക്ക് നോക്കിയിട്ടാണ് നമ്മൾ ഈ എസ്റ്റിമേഷൻ തയ്യാറാക്കുന്നത്. ഇതോടൊപ്പം വിശദമായ റിപ്പോർട്ടും നമ്മൾ വെക്കണം. അതിൻ്റെ എക്സ്പ്ലനേഷനും സൈറ്റ് പ്ലാൻ, ലൈൻ പ്ലാൻ, അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിൻ്റെ നിരക്ക്, ഇതൊക്കെ സംബന്ധിച്ച ഒരു ചെറിയൊരു എക്സ്പ്ലനേഷൻ നമ്മൾ ഇതിൻ്റെ കൂടെ നമ്മൾ കൊടുക്കേണ്ടതാണ്. റോഡുകൾക്ക് കനാലുകൾക്ക് നമ്മൾ കിലോമീറ്റർ നീളത്തെ അടിസ്ഥാനമാക്കിയും, റോഡും കനാലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ നീളത്തെ അടിസ്ഥാനമാക്കിയും, പാലങ്ങൾ കൺവെർട്ടുകൾ സ്പാനിൻ്റെ റണ്ണിംഗ് മീറ്റർ അടിസ്ഥാനമാക്കിയും, വാട്ടർ സപ്ലൈ പ്രൊജക്റ്റുകൾക്ക് ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലും, വാട്ടർ ടാങ്കുകൾക്ക് ലിറ്റർ കപ്പാസിറ്റി അടിസ്ഥാനത്തിലും അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ് തയ്യാറാക്കാവുന്നതെന്നാണ് പറയുന്നത്. ഇനി കെട്ടിടങ്ങളുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കുമ്പോൾ ഇപ്പോൾ സ്കൂളുകൾക്കാണെന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികളെ എണ്ണത്തെ അടിസ്ഥാനമാക്കി, ഹോസ്പിറ്റലുകളാണെന്നുണ്ടെങ്കിൽ കിടക്കകളെ എത്ര കിടക്കകളുണ്ടെന്നതിനെ അടിസ്ഥാനമാക്കി, സിനിമാ തിയേറ്ററുകളിൽ എത്ര സീറ്റുകൾ ഉണ്ടെന്നുള്ളതിനെ അടിസ്ഥാനമാക്കി നമുക്ക് എന്ത് തയ്യാറാക്കാം? എസ്റ്റിമേഷൻ തയ്യാറാക്കാം.
അതുകൊണ്ട് തന്നെ ഈ അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റിനെ നമ്മൾ പ്ലിന്ത് ഏരിയ എസ്റ്റിമേറ്റ്, പ്ലിന്ത് ഏരിയ ക്യൂബിക് കണ്ടൻറ്റ് എസ്റ്റിമേറ്റ്, ഇങ്ങനെ 2 രീതിയിൽ നമ്മളതിനെ തിരിച്ചിട്ടുണ്ട്. പ്ലിന്ത് ഏരിയ എസ്റ്റിമേറ്റ്, ക്യൂബിക് കണ്ടൻറ്റ് എസ്റ്റിമേറ്റ്, ഇങ്ങനെ അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ് നമുക്ക് 2 രീതിയിൽ തയ്യാറാക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിലെന്താണ് പ്ലിന്ത് ഏരിയ എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്? അതായത് പ്ലിന്ത് ഏരിയ എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മളൊരു ഒരു ബിൽഡിങ്ങിൻ്റെ നമ്മൾ പ്ലിന്ത് ഏരിയ കണ്ടുപിടിച്ചിട്ട് അതിനെ നമ്മൾ റേറ്റ് കൊണ്ട് ഗുണിക്കുന്നതാണ് പ്ലിന്ത് ഏരിയ എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പ്ലിന്ത് ഏരിയ നമ്മൾ എടുക്കുന്നത്, നമ്മൾ ഔട്ടർ ടു വാളാണ് നമ്മൾ പ്ലിന്ത് ഏരിയ എടുക്കുന്നത്. ആ പ്ലിന്ത് ഏരിയ എടുത്തിട്ട് അതിനെ ആ നിലവിൽ ആ പ്രദേശത്ത് എത്രയാണ് അതിൻ്റെ റേറ്റ് വരുന്നതെങ്കിൽ അത് വെച്ചിട്ടാണ് നമ്മളതിനെ ഗുണിച്ച്, നമ്മളിപ്പോൾ ഒരു 1000 സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ സ്ക്വയർ മീറ്റർ കിട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ 100 സ്ക്വയർ മീറ്റർ ആണ് ചെയ്യുന്നതെങ്കിൽ 100 സ്ക്വയർ മീറ്ററിന് ഇപ്പോൾ 1 സ്ക്വയർ മീറ്ററിന് ഇത്ര രൂപ എന്നുള്ളൊരു കണക്കുണ്ടാവും. അപ്പോൾ നമ്മൾ ആ റേറ്റ് വെച്ചിട്ട് ഇതിനെ ഗുണിച്ച് നമ്മളതിൻ്റെ ഏകദേശ കോസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ക്യൂബിക് കണ്ടൻറ്റ് എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ പ്ലിന്ത് ഏരിയ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏരിയ ആണ് കാണുന്നത്, മീറ്റർ സ്ക്വയറിലാണ് കാണുന്നത്. ക്യൂബിക് കണ്ടൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ ക്വാണ്ടിറ്റി m³ കാണുന്നത്. അപ്പോൾ ആ m³ എത്രയാണോ നമുക്ക് കിട്ടുന്നത് അതിനെ നമ്മൾ 1 m³ റേറ്റ് കൊണ്ട് ഗുണിച്ച് നമുക്ക് അതിൻ്റെ റഫ് കോസ്റ്റ് എസ്റ്റിമേറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഈ അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ് നമ്മൾ 2 രീതിയിലാണ് തയ്യാറാക്കുന്നത്. ഒന്ന് പ്ലിന്ത് ഏരിയ എസ്റ്റിമേറ്റും, രണ്ടാമത്തേത് ക്യൂബിക് കണ്ടൻറ്റ് എസ്റ്റിമേറ്റും. അപ്പോൾ രണ്ടും കണ്ടുപിടിക്കുന്ന രീതി അതുപോലെ തന്നെയാണ്. പ്ലിന്ത് ഏരിയ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലിന്ത് ഏരിയ കണ്ടുപിടിച്ചിട്ട് അതിനെ റേറ്റ് കൊണ്ട് ഗുണിക്കുന്നു. ക്യൂബിക് കണ്ടൻറ്റ് ആകുമ്പോൾ നമ്മളതിൻ്റെ ഓരോ ഐറ്റത്തിൻ്റെയും ക്വാണ്ടിറ്റി കണ്ടിട്ട് അതിനെ നമ്മളതിൻ്റെ റേറ്റ് കൊണ്ട് ഗുണിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളതിൻ്റെ റേറ്റ് കണക്കാക്കുന്നതിനെ കുറിച്ച് നേരത്തെ പറഞ്ഞിരുന്നു. അതായത് അപ്പോൾ കെട്ടിടം നിർമ്മിക്കുന്ന ആ പ്രദേശത്ത് അതിൻ്റെ അടുത്ത സമയത്തായിട്ട് നിർമ്മിച്ചിട്ടുള്ള ഏതെങ്കിലും കെട്ടിടത്തിൻ്റെ ചിലവ് കണക്കാക്കിയിട്ടാണ് നമ്മളിതിലെ ക്യൂബിക് കണ്ടൻറ്റ് നിരക്ക് റേറ്റ് നമ്മൾ കണക്കാക്കുന്നത്. ഇനി കുറച്ചും കൂടെ പ്ലിന്ത് ഏരിയയെക്കാളും കുറച്ചുകൂടെ നമുക്ക് പ്ലിന്ത് ഏരിയ എന്ന് പറയുമ്പോൾ ഒറ്റ ഇതിൽ ഏരിയ കണക്കാക്കിയിട്ട് നമ്മളതിനെ റേറ്റ് കൊണ്ട് ഗുണിക്കുകയാണ് ചെയ്യുന്നത്. ക്യൂബിക് കണ്ടൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ ഐറ്റത്തിൻ്റെയും എന്തെടുക്കുന്നു ക്വാണ്ടിറ്റി എടുത്തിട്ട് നമ്മളതിനെ റേറ്റ് കൊണ്ട് ചെയ്യണം. അപ്പോൾ കുറച്ചും കൂടി നമുക്ക് ആക്യുറസി ആയിട്ട് കിട്ടുന്നത് ക്യൂബിക് കണ്ടൻറ്റ് എസ്റ്റിമേറ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇത് സബ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ പ്ലാനും എലിവേഷനും സെക്ഷനും അതിൻ്റെ എക്സ്പ്ലനേഷനും എല്ലാം നമ്മൾ ലൈൻ പ്ലാനും ഒക്കെ കൂടി വെച്ചിട്ടാണ് നമ്മളതിൻ്റെ സബ്മിഷൻ നടത്തുന്നത്. രണ്ടാമത് പറയുന്നതാണ് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ്. ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് എന്ന് പറയുമ്പോൾ ആ പേര് പോലെ തന്നെയാണ് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് വരുന്നത്. പ്ലാനുകളും സെക്ഷനുകളെയും അടിസ്ഥാനമാക്കിയിട്ടാണ് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നത്. ഡ്രോയിങ്ങിൽ നിന്നും ആവശ്യമായ വസ്തുക്കളുടെയും അതുപോലെ തന്നെ മെറ്റീരിയൽസിൻ്റെ എണ്ണം, അതിൻ്റെ അളവ്, ഇതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ചെയ്തതിന് ശേഷം ഓരോന്നിൻ്റെയും മാർക്കറ്റ് നിരക്ക് അറിഞ്ഞ് നമ്മളതിൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഇനി അതിൽ കോസ്റ്റ് കണക്കാക്കി കഴിഞ്ഞാൽ ഇനി നമുക്ക് പെട്ടെന്നുണ്ടാകുന്ന, ഇപ്പോൾ നമ്മളൊരു കൺസ്ട്രക്ഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു ചിലവ് വരികയാണ്, അധിക ചിലവ് വരികയാണ്. അപ്പോൾ അങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ചിലവുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്ന മൊത്തം ആകെ തുകയുടെ, അതായത് ടോട്ടൽ കോസ്റ്റിൻ്റെ ഒരു 3 മുതൽ 5% വരെ നമ്മളതിൽ ആഡ് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ആകസ്മികമായിട്ടുണ്ടാകുന്ന ചിലവുകൾ വരികയാണെങ്കിൽ അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ 3 മുതൽ 5% വരെ ഒരു ടോട്ടൽ കോസ്റ്റിൻ്റെ 3 മുതൽ 5% വരെ ഒരു തുക നമ്മളതിന് വേണ്ടി മാറ്റി വയ്ക്കുന്നുണ്ട്, ഇതിൻ്റെ കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട്. ഇപ്രകാരം ലഭ്യമാകുന്ന ഈ ആകെ തുകയെ കെട്ടിടത്തിൻ്റെ എസ്റ്റിമേറ്റ് കോസ്റ്റ് എന്ന് നമ്മൾ പറയുന്നു. ഇതെല്ലാം കൂടി ചേർത്തിട്ടുണ്ടാക്കുന്നതിനെയാണ് നമ്മൾ എസ്റ്റിമേറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിൽ പ്രൊജക്റ്റിനെ സബ് വർക്കുകളായിട്ട് നമ്മൾ ഭാഗിക്കാറുണ്ട്. ഓരോ സബ് വർക്കുകളുടെയും ആകെ ചെലവ് പ്രത്യേകം കണക്കാക്കിയ ശേഷം ആകെ തുക 2 പ്രൊജക്റ്റ് കോസ്റ്റ് ആകെ തുക
കണ്ടിട്ട് പ്രൊജക്റ്റ് കോസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഡ്രോയിങ്ങിൽ നിന്ന് ലഭ്യമാകുന്ന അളവുകൾ കണക്ക് കൂട്ടി മാർക്കറ്റ് നിരക്കുകളും അല്ലെങ്കിൽ അനുവദിച്ചിട്ടുള്ള റേറ്റ് ഷെഡ്യൂൾ അറിഞ്ഞാണ് ഘടകങ്ങളുടെ കോസ്റ്റ് നമ്മൾ തയ്യാറാക്കുന്നത്. നിലവിലെ മാർക്കറ്റ് നിരക്കൊക്കെ നോക്കിയിട്ടാണ് നമ്മളതിൻ്റെ കോസ്റ്റ് തയ്യാറാക്കുന്നത്. സെയിം നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിനോടൊപ്പം താഴെ പറയുന്നവ കൂടി നമ്മളിതിൻ്റെ കൂടെ വെക്കണം എന്നാണ് പറയുന്നത്. ഒന്നാമത് പറഞ്ഞാൽ വിശദമായ അതിൻ്റെ റിപ്പോർട്ട് വേണം, ബിൽഡിംഗ് പ്ലാൻ വേണം, സൈറ്റ് പ്ലാൻ വേണം, ലേഔട്ട് പ്ലാൻ വേണം, എലിവേഷൻ വേണം, സെക്ഷൻ എലിവേഷൻ വേണം, ക്രോസ് സെക്ഷൻ. അതുപോലെ തന്നെ പ്രവൃത്തികളുടെ രീതി, നമ്മൾ ഏത് രീതിയിലാണത് ചെയ്യുന്നത് അതിൻ്റെ എക്സ്പ്ലനേഷൻ, ബീം, സ്ലാബ്, ഇറിഗേഷൻ ചാനൽ, ഇവയുടെ ഡിസൈനും കണക്ക് കൂട്ടലുള്ള എങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യണമെന്നുള്ളത്. പിന്നെ റേറ്റും അതിൻ്റെ പ്രീമിയവും, പിന്നെ റേറ്റ് അനാലിസിസ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്തൊരു വെക്കണമെന്നുണ്ട്, ഡീറ്റെയിൽഡ് എസ്റ്റിമേഷൻ വെക്കുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ വെക്കേണ്ടതായിട്ടുള്ളതുണ്ട്. ഇനി എസ്റ്റിമേഷൻ തയ്യാറാക്കാനായിട്ട് ആവശ്യമായ കാര്യങ്ങളാണ് പറയുന്നത്. നേരത്തെ പറഞ്ഞത് തന്നെ പ്ലാൻ വേണം, അളവുകളൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ള വേണം. ചുമ്മാ ഒരു പ്ലാൻ കൊണ്ട് വയ്ക്കാൻ പറ്റില്ല, അളവുകളൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ള പ്ലാൻ വേണം. സെക്ഷൻ, എലിവേഷൻ തുടങ്ങിയ മുഴുവൻ ഡ്രോയിങ്ങുകൾ നമുക്കിതിന് ആവശ്യമാണ്. പിന്നെ എന്ത് വേണം, മെറ്റീരിയൽസ് വേണം, അതിന് വേണ്ടിയിട്ടുള്ള എന്താ പറയുക അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് വേണം. പിന്നെ ഈ വസ്തുക്കളെ കുറിച്ചിട്ടുള്ള അതിൻ്റെ ഡീറ്റെയിൽസുകൾ വേണം അല്ലേ. അതെങ്ങനെ ഉപയോഗിക്കണം, അതിൻ്റെ തരം, അതിൻ്റെ ക്വാളിറ്റി ഏതാണ്, അത് ഏത് ടൈപ്പാണ്, അതിൻ്റെ റേഷ്യോ എത്ര വേണം, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കും. ഒരു കോൺക്രീറ്റ് തയ്യാറാക്കുമ്പോൾ അതിന് ഉപയോഗിക്കുന്ന മെറ്റലിൻ്റെ ക്വാണ്ടിറ്റി അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ സിമൻറ്റ്, മണൽ, ഇതിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി കാര്യങ്ങൾ, അത് ഏത് ടൈപ്പാണ് ഉപയോഗിക്കുന്നത്, അങ്ങനെയുള്ള അങ്ങനെയുള്ള ഫുൾ കാര്യങ്ങൾ നമ്മൾ അതിൻ്റെ റേഷ്യോ എത്ര റേഷ്യോയിലാണ് നമ്മൾ ചേർക്കുന്നത്, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ റേറ്റ് അറിഞ്ഞിരിക്കണം. ഡെയിലി അതായത് തൊഴിലാളികളുടെ ലേബർ ചാർജിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ഇതൊക്കെ അതായത് എക്സ്പേർട്ടുകളായിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും, അവരുടെ അസിസ്റ്റൻറ്റുകളായിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ ചിലവും ഇതിൻ്റെ കൂടെ വരും. ലേബർ ചാർജും വിത്ത് മെറ്റീരിയൽസിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് എല്ലാം നമുക്കിതിൽ ഉൾപ്പെടുത്തിയിരിക്കണം. എല്ലാം അറിഞ്ഞിരിക്കണം. എന്നിട്ട് വേണം നമുക്കൊരു എസ്റ്റിമേഷൻ നമ്മൾ തയ്യാറാക്കാനായിട്ട്. ഇപ്പോൾ താഴെ പിന്നെ അതിൽ എസ്റ്റിമേഷൻ്റെ ഫോമുകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ എങ്ങനെയാണ് നമ്മളൊരു ഡീറ്റെയിൽഡ് എസ്റ്റിമേഷൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കോളുകൾ, ഇപ്പോൾ ഐറ്റം നമ്പർ, അതിൽ പർട്ടിക്കുലേഴ്സ് ഓഫ് ഐറ്റം, ഏത് ഐറ്റമാണ് നമ്മളതിൽ കൊടുക്കുന്നത്. ഇപ്പോൾ ആദ്യം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സൈറ്റ് ക്ലീനിങ്, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് എർത്ത് വർക്ക് എക്സ്കവേഷൻ, പിന്നെ PCC, പിന്നെ RR മേസണറി, ബേസ്മെൻറ്റ്, അങ്ങനെ നമ്മൾ ഓരോ ഐറ്റമായിട്ട് അതിൽ എഴുതും. നമ്പർ, അത് എത്ര നമ്പർ വരുന്നുണ്ടെങ്കിൽ നമ്പർ എഴുതും. ലെങ്ത്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്, ക്വാണ്ടിറ്റി, റിമാർക്സ്. ഇങ്ങനെ ഇത്രയും ഇതാണ് നമുക്ക് ഈ എസ്റ്റിമേഷൻ ആൻഡ് കോസ്റ്റിങ്ങിൽ നമുക്ക് വരുന്നത്. അടുത്തതാണ് പറയുന്നത് അബ്സ്ട്രാക്റ്റ് ഓഫ് എസ്റ്റിമേറ്റ്. എന്താണ് അബ്സ്ട്രാക്റ്റ് ഓഫ് എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓരോ ഘടകങ്ങൾക്കും ആവശ്യമായ അളവുകൾ തിട്ടപ്പെടുത്തിയ ശേഷം മാർക്കറ്റ് റേറ്റുകൾ അറിഞ്ഞ് എസ്റ്റിമേറ്റിൻ്റെ ചിലവുകളുടെ അബ്സ്ട്രാക്റ്റ് തയ്യാറാക്കുന്നു. കണക്കുകൂട്ടലിന് ഉപയോഗിക്കുന്ന ഫോറത്തെ അബ്സ്ട്രാക്റ്റ് ഓഫ് കോസ്റ്റ് ഫോറം എന്ന് പറയുന്നു. സാമ്പിൾ അബ്സ്ട്രാക്റ്റ് ഓഫ് കോസ്റ്റ് ഫോറം താഴെ കൊടുക്കുന്നു. ഇതിനും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു കോളം ഉണ്ട്. ഇപ്പോൾ ഡീറ്റെയിൽഡ് എസ്റ്റിമേഷൻ്റെ ഇത് ക്വാണ്ടിറ്റി ചെയ്യാനുള്ളതാണ്. ഇത് നമുക്കതിൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഫോമാണ്. അപ്പോൾ അതിൽ ഐറ്റം നമ്പർ ഉണ്ട്, പർട്ടിക്കുലേഴ്സ് ഓഫ് ഐറ്റം, പിന്നെ കോളം വ്യത്യാസം കണ്ടോ, ക്വാണ്ടിറ്റിയാണ് പിന്നെ ചോദിക്കുന്നത്. അത് എത്ര യൂണിറ്റിലാണ് നമ്മൾ അതിൻ്റെ യൂണിറ്റ് എത്രയാണ്, ലിറ്ററിലാണോ, കിലോയിലാണോ, കിൻഡലിലാണോ, M³ M² എന്നൊക്കെ ഉള്ളത്. റേറ്റ്, എത്ര റേറ്റാണ് അതിന് വരുന്നത്, എത്രയ്ക്ക്, അതായത് 1 M³ അല്ലെങ്കിൽ 1 M² അല്ലെങ്കിൽ 1 സ്ക്വയർ ഫീറ്റിന് എത്ര റേറ്റ് വരുന്നു എന്നുള്ളത്. അതിൽ ലാസ്റ്റ് നമ്മൾ അതിൻ്റെ എമൗണ്ട് നമ്മൾ ചേർക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഇതിന് രണ്ടിനും നമുക്ക് രണ്ട് രീതിയിലുള്ള ഫോമുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് മെറ്റീരിയൽ സ്റ്റേറ്റ്മെൻറ്റ് ഫോറം ഉണ്ട്. നമ്പർ, പർട്ടിക്കുലേഴ്സ് ഓഫ് വർക്ക്, സിമൻറ്റ്, കോഴ്സ് സാൻഡ് ആണോ, ഫൈൻ സാൻഡ്, അങ്ങനെയുള്ള ഡീറ്റെയിൽസുകൾ, ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക്, ലൈം, സുർക്കി, അങ്ങനെയുള്ള ഡീറ്റെയിൽസുകൾ നമുക്ക് മെറ്റീരിയൽസ് ഫോമിൽ നമ്മൾ ചേർക്കുന്നുണ്ട്. അടുത്താണ് ക്വാണ്ടിറ്റി എസ്റ്റിമേറ്റ്.
ഒരു പ്രൊജക്റ്റിന് ആവശ്യമായ വിവിധ ഘടകങ്ങളുടെ അളവ് കാണിച്ചുകൊണ്ടുള്ള പൂർണ്ണമായ എസ്റ്റിമേറ്റാണിത്. കെട്ടിടത്തിൻ്റെ ഡ്രോയിങ്ങുകളിൽ നിന്നാണ് ഘടകങ്ങളുടെ, അതായത് മെറ്റീരിയൽസിൻ്റെ അളവ് നമ്മൾ തയ്യാറാക്കുന്നത്. ഇതോടൊപ്പം അതിൻ്റെ വിലവിവരങ്ങൾ അറിഞ്ഞ് ആകെ ചിലവ് നമ്മൾ കണക്കാക്കുകയാണ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞതാണ് ക്വാണ്ടിറ്റി എസ്റ്റിമേറ്റ്. പിന്നെ പറഞ്ഞതാണ് റിവൈസ്ഡ് എസ്റ്റിമേറ്റ്. റിവൈസ്ഡ് എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതുക്കിയ അളവിനും നിരക്കിനുമുള്ള ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ആണിത്. ചിലവ് അംഗീകാരം ലഭിച്ച എസ്റ്റിമേറ്റിലും വർദ്ധിക്കുമ്പോഴാണ് റിവൈസ്ഡ് എസ്റ്റിമേറ്റ് ആവശ്യമായിട്ട് വരുന്നത്. ഇതോടൊപ്പം സബ്മിറ്റ് ചെയ്യുന്ന കമ്പാരിറ്റീവ് എസ്റ്റിമേറ്റിൽ അളവിലുണ്ടായ വ്യത്യാസം, ഒറിജിനൽ നിരക്ക്, വ്യത്യാസത്തിൻ്റെ കാരണങ്ങൾ ഇവ ഉണ്ടായിരിക്കണം. അതായത് നമ്മൾ ഓൾറെഡി ഒരു പെർമിഷൻ മേടിച്ച ഒരു പ്ലാനിൽ വീണ്ടും നമ്മൾ അതിൻ്റെ ചിലവുകൾ കാര്യങ്ങളൊക്കെ വീണ്ടും നമുക്ക് എക്സ്ട്രാ നമുക്കതിൻ്റെ എസ്റ്റിമേഷനിലും കൂടുതൽ അതിൻ്റെ റേറ്റ് വരികയാണെങ്കിൽ നമ്മൾ രണ്ടാമതൊരു എസ്റ്റിമേഷൻ നമ്മൾ തയ്യാറാക്കുന്നത്. അതാണ് റിവൈസ്ഡ്. നിലവിലുള്ള എസ്റ്റിമേറ്റ് നമ്മൾ റിവൈസ് ചെയ്തിട്ട് റിവൈസ്ഡ് എസ്റ്റിമേറ്റ് നമ്മൾ തയ്യാറാക്കുന്നു. ആ തയ്യാറാക്കുന്ന സമയത്ത് എന്തുകൂടെ വരുന്നതാണ് ഒറിജിനൽ എസ്റ്റിമേറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴുള്ള ഓരോ ഘടകത്തിൻ്റെയും അതിൻ്റെ നിരക്കിൽ വന്ന വ്യത്യാസം, ആ വ്യത്യാസത്തിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മളവിടെ ബോധിപ്പിക്കേണ്ടതാണ്. ഈ ഘടകങ്ങൾ മെറ്റീരിയൽസിൻ്റെ മാറ്റം കാരണം അനുവദിച്ച എസ്റ്റിമേറ്റിലും 5% കൂടിയ വർധനവ് ഉണ്ടാകുമ്പോഴും, ഇപ്പോൾ നമ്മൾ മെറ്റീരിയൽസിൻ്റെ വിലയൊക്കെ നമുക്ക് ദിനംപ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണല്ലേ. അപ്പോൾ ആ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് 5% വർധനവ് ഉണ്ടാവുകയും നിർമ്മാണ ചെലവ് അഡ്മിനിസ്ട്രേറ്റീവ് അപ്രൂവലിൽ 10% കൂടുതലാകുമ്പോഴും റിവൈസ്ഡ് എസ്റ്റിമേറ്റ് തയ്യാറാക്കേണ്ടതായിട്ടുള്ളതുണ്ട്. പിന്നെ പറഞ്ഞതാണ് സപ്ലിമെൻ്ററി എസ്റ്റിമേറ്റ്. പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കെ നിർമ്മാണ വസ്തുക്കളിലെ മാറ്റം കാരണം പ്രവൃത്തിയിലും ചിലപ്പോൾ വ്യത്യാസം വരാറുണ്ട്. ഇവയ്ക്കായി തയ്യാറാക്കുന്ന ഡീറ്റെയിൽ എസ്റ്റിമേറ്റിനെയാണ് നമ്മൾ സപ്ലിമെൻ്ററി എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. അതായത് നിർമ്മാണ വസ്തുക്കളിൽ ഉണ്ടാകുന്ന മാറ്റം കാരണം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിലെന്തെങ്കിലും ചെയ്യുന്ന വർക്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങളൊക്കെ വരും അല്ലേ, വ്യത്യാസങ്ങൾ നമുക്ക് വരുത്തേണ്ടി വരും. അത്തരത്തിൽ നമ്മൾ വീണ്ടും അത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ തയ്യാറാക്കുന്ന എസ്റ്റിമേറ്റിനെയാണ് നമ്മൾ സപ്ലിമെൻ്ററി എസ്റ്റിമേറ്റ് എന്ന് നമ്മൾ പറയുന്നത്. പിന്നെ വരുന്നതാണ് കംപ്ലീറ്റ് എസ്റ്റിമേറ്റ്. ഡീറ്റെയിൽ എസ്റ്റിമേറ്റിനോടൊപ്പം തന്നെ പ്രൊജക്റ്റിൻ്റെ എല്ലാ ഘടകങ്ങളുടെയും എസ്റ്റിമേറ്റ് കോസ്റ്റ് ചേർത്താണ് കംപ്ലീറ്റ് എസ്റ്റിമേറ്റ് നമ്മൾ തയ്യാറാക്കുന്നത്. സ്ഥലത്തിൻ്റെ വില, നിയമപരമായ ചിലവുകൾ, എഞ്ചിനീയർ ഫീസ്, ആർക്കിടെക്ചർ ഫീസ്, സൂപ്പർവിഷൻ ചിലവുകൾ, കണ്ടിജൻസി അടക്കമുള്ള ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ഇവ ഉൾപ്പെടുത്തിയിരിക്കണം എന്നാണ് പറയുന്നത്. ഒരു കംപ്ലീറ്റ് എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം അതിൽ ഉണ്ടായിരിക്കണം. അടുത്താണ് ആനുവൽ മെയിൻ്റനൻസ് ആൻഡ് റിപ്പയർ എസ്റ്റിമേറ്റ്. അതായത് പൂർത്തീകരിച്ചപ്പോൾ നമ്മൾ പണി കഴിഞ്ഞിട്ടുള്ള ഒരു പ്രൊജക്റ്റ് അതിൻ്റെ മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് ശരിയായ വണ്ണം അത് പ്രവർത്തിക്കുന്നതിനും അതിൻ്റെ കറക്റ്റായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിൻ്റെ രൂപത്തിലാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. അത് പുതുക്കുന്നതിനും മാറ്റി സ്ഥാപിക്കുന്നതിനും അതുപോലെ തന്നെ റിപ്പയറുകൾക്കുമുള്ള മെറ്റീരിയൽസൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ട് വേണം നമ്മളിത് തയ്യാറാക്കാനായിട്ട്. ആനുവൽ മെയിൻ്റനൻസ് ആൻഡ് റിപ്പയർ എസ്റ്റിമേറ്റ്. അപ്പോൾ ഇങ്ങനെ 7 ടൈപ്പ് എസ്റ്റിമേറ്റുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ നമ്മൾ മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റും അതുപോലെ തന്നെ അബ്സ്ട്രാക്റ്റ് എസ്റ്റിമേറ്റുമാണ് നമ്മൾ മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഇതിൽ കുറച്ച് വസ്തുക്കളുടെ പ്രവൃത്തികളുടെ അളവുകളുടെ യൂണിറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ യൂണിറ്റുകളൊക്കെ നിങ്ങളൊന്ന് നോക്കി മനസ്സിലാക്കുക. പിന്നെ നമ്മളോട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ സൈറ്റ് പ്ലാൻ ഉണ്ട്, ലൈൻ പ്ലാൻ, ഇൻഡെക്സ് പ്ലാൻ, അതുപോലെ തന്നെ ഡീറ്റെയിൽഡ് പ്ലാൻ, സെൻറ്റർ ലൈൻ പ്ലാൻ, ഇങ്ങനെ 5 ടൈപ്പ് പ്ലാനുകളെ കുറിച്ച് പറയുന്നത്. അപ്പോൾ നമ്മളതിൽ കൂടുതലായിട്ട് സെൻറ്റർ ലൈൻ പ്ലാനാണ് നമ്മൾ കൂടുതൽ ഇപ്പോൾ എസ്റ്റിമേഷൻ തയ്യാറാക്കാനും വേണ്ടിയും അതുപോലെ തന്നെ പ്ലാൻ സെറ്റ് ഔട്ടിങ്ങിനൊക്കെ വേണ്ടി നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഈ സെൻറ്റർ ലൈൻ പ്ലാനുകളാണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഇൻഡെക്സ് പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സൈറ്റ് പ്ലാനൊക്കെ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. കെട്ടിടത്തിൻ്റെ സമീപമുള്ള ബാക്കിയുള്ള ഡീറ്റെയിൽസുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ സൈറ്റ് പ്ലാൻ കൊടുക്കുന്നത്. ലൈൻ പ്ലാൻ എന്ന് പറഞ്ഞാൽ നിർമ്മാണം സംബന്ധിച്ച കൂടുതൽ വിശദീകരണങ്ങൾ ഇല്ലാണ്ട് വെറുതെ ഒരു ലൈനായിട്ട് നമ്മൾ കൊടുക്കുന്നു. ഇൻഡെക്സ് പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രദേശവാസികൾക്ക്, അതായത് വേറൊരാൾ വന്നു കഴിഞ്ഞാൽ അവർക്കൊരു വഴികാട്ടി പോലെ നമ്മൾക്ക് കാണാൻ ബോർഡ് പോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരിക്കും. ഹൗസിംഗ് കോളനികൾ അല്ലെങ്കിൽ അവരുടെ നമ്പറുകൾ, റോഡുകൾ, സ്കൂള്, മാർക്കറ്റ് ഇതൊക്കെ കാണിച്ചുകൊണ്ട് ഒറ്റ ലൈനിൽ വരച്ചിരിക്കുന്ന ഒരു പ്ലാനാണ്. അതിന് നമ്മൾ ഇൻഡെക്സ് പ്ലാൻ എന്നാണ് പറയാം. റോഡ് സൈഡിലൊക്കെ നമുക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ ഇത്ര നിലയുടെ മുകളിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതാണ് ഇൻഡെക്സ് പ്ലാൻ എന്ന് പറയുന്നത്. ഡീറ്റെയിൽഡ് പ്ലാൻ എന്ന് പറഞ്ഞാൽ പ്രത്യേക സ്കെയിലിൽ വിശദ വിവരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വരച്ചിരിക്കുന്ന പ്ലാനാണ് ഡീറ്റെയിൽഡ് പ്ലാൻ എന്ന് പറയുന്നത്. പിന്നെ സെൻറ്റർ ലൈൻ ഫൗണ്ടേഷൻ ജോലികൾക്കായി
കൂടിയ സ്കെയിലിൽ തയ്യാറാക്കുന്ന പ്ലാനാണിത്. ഇതിൽ ഭിത്തിയുടെ കൃത്യമായ സെൻട്രൽ ലൈൻ സ്ഥാനവും ബെഞ്ച് മാർക്കും നമുക്ക് കൃത്യമായിട്ട് കാണിച്ചിരിക്കും. ഇത്തരത്തിലുള്ള 5 ടൈപ്പ് പ്ലാനുകളെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ നമ്മളോട് ഇതിൽ പറയുന്നത് നമ്മൾ എസ്റ്റിമേഷൻ തയ്യാറാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, അതായത് വാട്ടർ സപ്ലൈ, സാനിറ്ററി, ഇലക്ട്രിഫിക്കേഷൻ, ഇതിനൊക്കെ നമുക്കൊരു കോസ്റ്റ് കാണണമല്ലോ. അതും കൂടി നമ്മൾ കണ്ടിട്ട് വേണം നമ്മളതിൻ്റെ ടോട്ടൽ കോസ്റ്റ് നമ്മൾ കാണാനായിട്ട്. അപ്പോൾ ഒരു വാട്ടർ സപ്ലൈ കെട്ടിടത്തിൻ്റെ എസ്റ്റിമേറ്റ് കോസ്റ്റിൻ്റെ 4 മുതൽ 5% വരെയാണ് തിയറിക്കലി നമ്മളോട് പറയുന്നത് ഇതിന് വേണ്ടിയിട്ടും കോസ്റ്റ് മാറ്റി വയ്ക്കാൻ വേണ്ടി. സാനിറ്റേഷൻ ആണെന്നുണ്ടെങ്കിൽ കെട്ടിടത്തിൻ്റെ എസ്റ്റിമേറ്റ് കോസ്റ്റിൻ്റെ 4 മുതൽ 5% വരെ തന്നെയാണ് സാനിറ്റേഷന് വേണ്ടിയിട്ട് നമ്മൾ ഇതിന് വേണ്ടി മാറ്റി വയ്ക്കുന്നത്. പിന്നെ ഇതിലൊരു കാര്യം പറയുന്നത് ഇൻസ്പെക്ഷൻ PT അത് എന്തൊക്കെ ഐറ്റംസ് ആണെന്ന് പറയുന്നുണ്ട്. മാസ്റ്റർ ട്രാപ്പ്, ഡ്രെയിനേജ്, വാട്ടർ ക്ലോസറ്റ്, ഫ്ലഷിംഗ് സിസ്റ്റം, കിച്ചൺ ഡ്രെയിനേജ് ഉൾപ്പെടെ സിവിൽ ലൈൻ അടക്കം 12 മീറ്ററിൽ കൂടാതെ ചെയ്യുന്ന വർക്കായി 4 മുതൽ 5% വരെ കോസ്റ്റിൻ്റെ നമ്മൾ അതിന് വേണ്ടി മാറ്റി വയ്ക്കുന്നുണ്ട്. സീവർ ലൈൻ ഇല്ലെങ്കിൽ സെപ്റ്റിക് ടാങ്കിനും സോക്കറ്റ് പിറ്റിനും കെട്ടിടത്തിൻ്റെ എസ്റ്റിമേറ്റ് കോസ്റ്റിൻ്റെ 3 മുതൽ 4% വരെ നമ്മളിതിനെ മാറ്റി വയ്ക്കണം. ഇനി ഇലക്ട്രിഫിക്കേഷൻ ആണെങ്കിൽ കെട്ടിടത്തിൻ്റെ കോസ്റ്റിൻ്റെ 9%, ഫാനുകൾക്കും ലൈറ്റുകൾക്കും കെട്ടിടത്തിൻ്റെ എസ്റ്റിമേറ്റ് കോസ്റ്റിൻ്റെ 3%, ലൈറ്റുകൾക്ക് 3%, ബാക്കി 9%. അങ്ങനെ നമ്മളിതിന് വേണ്ടി ഇലക്ട്രിഫിക്കേഷന് വേണ്ടി നമ്മൾ മാറ്റി വയ്ക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ മൊത്തം കോസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ, ഇപ്പോൾ ക്വാണ്ടിറ്റി കണ്ടുപിടിച്ച് നമ്മളതിന് റേറ്റ് കൊണ്ട് ഗുണിച്ച് അപ്പോൾ ക്വാണ്ടിറ്റിയുടെ കോസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളത് എന്തും കൂടി ചെയ്യണം, ഈ വാട്ടർ സപ്ലൈക്കും സാനിറ്റേഷനും ആ ടോട്ടൽ കിട്ടിയിട്ടുള്ള എമൗണ്ടിൽ നിന്ന് അതിൻ്റെയൊക്കെ ഇത്ര പെർസെൻറ്റേജും കൂടി എമൗണ്ട് നമ്മളതിൽ കൂട്ടിയിട്ടാണ് നമ്മളതിൻ്റെ ഗ്രാൻഡ് ടോട്ടൽ നമ്മൾ കാണുന്നത്. പിന്നെ നമ്മളിതിൽ ഉപയോഗിക്കുന്ന കുറച്ച് വാക്കുകളാണ് ടെക്നിക്കൽ ടേംസുകൾ. അതിൽ അഡ്മിനിസ്ട്രേറ്റീവ് അപ്രൂവൽ ഒന്നാമത്തെ,